വി കെ പ്രശാന്ത്. വി കെ പ്രശാന്തിന് ഒരു അപ്പർ ഹെഡ് ആണുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലാണ്. കഴിഞ്ഞ 7 വർഷത്തിനിടയിലെ വട്ടിയൂർക്കാവിന്റെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് തൃപ്തരാണോ അല്ലയോ എന്നൊന്ന് ചോദിച്ചു നോക്കാം. വട്ടിയൂർക്കാവിന്റെ വികസന പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? പുരോഗമനത്തിലാണ്. ഇവിടെ പ്രശാന്ത് വീണ്ടും വിജയിച്ചു വരും. വികസനം 100%. പ്രശാന്ത് നല്ല പുരോഗതി. വികസനമാണ്. ഓക്കേ. നല്ല രീതിയിൽ വികസനം. ഇപ്പോഴത്തെ ഈ ഒരു ഇലക്ഷനിൽ ആരായിരിക്കും ജയിക്കുക? പ്രശാന്ത്. ഓക്കേ. അപ്പോൾ കേരളത്തിലെ നമ്മുടെ ഇലക്ഷൻ വരുവാണ്. അപ്പോൾ നമ്മുടെ ഇലക്ഷൻ എങ്ങനെയാണ്? ഇലക്ഷൻ നല്ല രീതിയിൽ പോകുന്നു, വിശ്വസിക്കുന്നു. പോകുന്നുണ്ട്. ഒരു തുടർഭരണം ഉണ്ടാവും. ആഗ്രഹിക്കും. അപ്പോൾ നമ്മുടെ ഈ ഇലക്ഷനിൽ ആരായിരിക്കും ഈ മണ്ഡലം ഇനി ഭരിക്കുക? കേരളത്തിലെ തൃപ്തിയാണ്. ആരായിരിക്കും തുടർഭരണം ഉണ്ടാവുമോ? ഉണ്ടാവും. നല്ല അഭിപ്രായം. വർഷത്തെ ഭരണത്തെ കുറിച്ച് നല്ല അഭിപ്രായമല്ലോ. ഇപ്പൊ വികസനമൊക്കെ ഒരുപാടുണ്ടല്ലോ, ഒരുപാട് സ്ഥലങ്ങളിൽ വികസനം. ഗവൺമെന്റ് വരുന്ന റോഡ് വികസനം, പിന്നെ വസ്തുക്കൾ വാങ്ങിച്ച് വീട് വെച്ച് കൊടുക്കണ ഇത്, പിന്നെ ഓടകൾ കാര്യം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. 10 വർഷം വലിയ കുഴപ്പമില്ലാത്ത ഭരണമായിരുന്നു. ആളുകൾ ജനങ്ങളെ നോക്കി തന്നെ കൈകാര്യങ്ങൾ ചെയ്ത് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നല്ല അഭിപ്രായമാണ്. വികസനം നല്ലതാണ്. പിണറായി സർക്കാരിൻ്റെ ഇതൊക്കെ നല്ലതാണ്, പരിപാടിയൊക്കെ നല്ലതാണ്. റോഡ് വികസനം, വീടില്ലാത്തവർക്ക് വീടിൻ്റെ അതൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഇലക്ഷനിൽ ആരായിരിക്കും ജയിക്കുന്നത്? വി കെ പ്രശാന്ത്. വി കെ പ്രസാദില്ല, കുഴപ്പമൊന്നുമില്ല. ഇപ്പം നല്ല ഭരണമാണ്. എല്ലായിടത്തും റോഡുണ്ട്, വേറെ രാഷ്ട്രീയ ബുദ്ധിമുട്ടില്ല. വികസന പ്രവർത്തനങ്ങൾ നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 25 വർഷത്തിന് മുമ്പ് നടന്ന വട്ടിയൂർക്കാവല്ല ഇപ്പം ഭയങ്കരമാണ്. ആരായിരിക്കും ജയിക്കുക? നമ്മുടെ സ്ഥാനാർത്ഥി ജയിച്ചു കഴിഞ്ഞ് പ്രഖ്യാപിക്കില്ലായിരുന്നു. ജയിക്കും. കേരളത്തിലെ ഭരണം എങ്ങനെയാണ്? LDF ഭരിക്കും, സംശയം. തീർച്ചയായിട്ടും കേരളത്തിലെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വൻ വികസന പ്രവർത്തനങ്ങൾ, അതിൻ്റെ തുടർച്ചയായിട്ട് വട്ടിയൂർക്കാവിൻ്റെ വികസന പ്രവർത്തനം വി കെ പ്രശാന്ത് എന്ന് പറയുന്ന ആ വ്യക്തി ഉള്ളതുകൊണ്ട് മാത്രമാണ്. സഖാവിൻ്റെ ഏറ്റവും വലിയ പ്രവർത്തന ഫലമാണ്. ഇവിടെ വലിയ നേതാക്കന്മാരോട് മത്സരിച്ചു ജയിച്ചു, MLA മാരായി. പക്ഷെ അവർക്കൊന്നും കഴിയാത്തത് ഈ കൊച്ചു പ്രായത്തിലുള്ള നമ്മളെ ബ്രോയ്ക്ക് സാധിച്ചെങ്കിൽ ഇനിയും വലിയ വികസന പ്രവർത്തനങ്ങൾ വട്ടിയൂർക്കാവിലുണ്ടാവും. നമ്മളെ ഇടതുപക്ഷം ജയിക്കണമെന്നുള്ള തന്നെ. കേരളത്തിലെ കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിൽ തൃപ്തരാണോ? തുടർഭരണം ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നു. വീണ്ടും വരണമെന്ന് തന്നെ പറയണത്. വികസനങ്ങൾ എങ്ങനെയാണ്? അടിപൊളിയല്ലേ? അടിപൊളിയാണ്. ഇലക്ഷനിൽ ആരായിരിക്കും ജയിക്കുക? PKP തിരിച്ച് ഞങ്ങളുടെ ഗവൺമെന്റ് വരും, LDF ഗവൺമെന്റ് വരും. മുഖ്യമന്ത്രി എല്ലാ കാര്യത്തിനും അദ്ദേഹം ഇടപെടി ചെയ്യില്ലേ? തീർച്ചയായിട്ടും LDF സർക്കാർ തന്നെ വരണമെന്നാണ് ജനങ്ങളുടെ ആഗ്രഹം. അത് തന്നെ വരികയും ചെയ്യും. വികസനങ്ങളുണ്ട്, അടിപൊളിയാണ്. പ്രശാന്ത് തന്നെ ജയിക്കും, അതിൽ മാറ്റമില്ല. ഇതുവരെ നല്ല ഡെവലപ്മെന്റ്സ് ആണ് നമ്മുടെ ഇപ്പോഴത്തെ MLA പ്രശാന്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തുടർന്നും അത് ഉണ്ടാവണം എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ എല്ലാവരും ഇരിക്കുന്നത്. അതിലേക്കായി നാട്ടുകാരുടെ നല്ല സഹകരണങ്ങൾ വോട്ടായി രേഖപ്പെടുത്തി വീണ്ടും വൻപിച്ച ഭൂരിപക്ഷത്തോടെ പ്രശാന്തിനെ വിജയിപ്പിക്കും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്.